പുട്ടും കടലയും കൂടിയൊരു പ്രേതവും. രചന ജിതിൻ ജോസ്. വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു എൻട്രൻസ് പരീക്ഷയുടെ റിസൾട്ട് വന്ന ദിവസം പ്രിന്റ് ഔട്ട് എടുത്ത റാങ്ക് ലിസ്റ്റിൽ എനിക്ക് 21,000 റാങ്ക് കണ്ട അമ്മ അത്ഭുതത്തോടെ അച്ഛനോട് പറഞ്ഞു. എന്നാലും നമ്മുടെ മോനൊരു കോച്ചിങ്ങും പോകാതെ, എന്തിന് പുസ്തകം പോലും കൈകൊണ്ട് തൊടാതെ ഇത്രയും റാങ്ക് വാങ്ങിയല്ലോ. എടീ, അവന് കിട്ടിയത് എൻ്റെ ബുദ്ധിയാ എന്ന് അഭിമാനത്തോടെ അച്ഛൻ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് അന്ന് ആ പരീക്ഷാ ഹാളിലെ രംഗമാണ്. ചോദ്യപേപ്പറിലെ ഒരൊറ്റ ചോദ്യം പോലും വായിച്ചു നോക്കാതെ കയ്യിൽ കിട്ടിയ OMR ഷീറ്റിൽ പല പല ഡിസൈനിൽ വട്ടം കറുപ്പിച്ചുകൊണ്ടിരുന്നത്. ഇവനെ നമുക്ക് എഞ്ചിനീയറിങ്ങിന് വിടണം. ശിവനെ, +2 പരീക്ഷ തട്ടിമുട്ടി പാസ്സായ പല ആർട്സ് കോളേജിലും പോയി ജീവിതം ആഘോഷിക്കാമെന്ന് കരുതി ഞാൻ എഞ്ചിനീയറിങ്ങിന് പോകാനോ? ഈ റാങ്ക് വെച്ച് ഇവന് ഏതെങ്കിലും സ്വാശ്രയ കോളേജിൽ മാനേജ്മെന്റ് സീറ്റ് കിട്ടുമെന്ന് ഉറപ്പാ. മിണ്ടാതിരുന്നാൽ ഇവർ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജിൽ കൊണ്ടു ചേർക്കുമെന്ന് മനസ്സിലാക്കിയ ഞാൻ ആവശ്യത്തിലധികം എക്സ്പ്രഷൻ ഇട്ട് പറഞ്ഞു. കാശ് കൊടുത്ത് എനിക്ക് എഞ്ചിനീയർ ആകണ്ട അച്ഛാ. അത് കേട്ട അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണിൽ 100-ന്റെ ബൾബ് കത്തി. എന്നതാടി ഇവനീ പറയുന്നേ? കണ്ണും മെഴിച്ചിരിക്കുന്ന അമ്മയെ നോക്കി അച്ഛൻ തുടർന്നു. ഇവൻ അടുത്ത വർഷം എൻട്രൻസ് എഴുതി മെറിറ്റ് സീറ്റിൽ ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ മേടിക്കാമെന്നല്ലേ ആ പറഞ്ഞതിനർത്ഥം? അത് കേട്ടപ്പോൾ എൻ്റെ റിലേ പോയി. അച്ഛാ, നീ ഒന്നും പറയണ്ട. നിന്റെ ആഗ്രഹം ഞങ്ങൾ നടത്തി തരുമടാ. പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ആർട്സ് കോളേജിൽ ചേരാൻ ആഗ്രഹിച്ച എന്നെ പിടിച്ച് പാലയിലെ എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ കൊണ്ടുചെന്ന് ചേർത്തു. അവിടെ പുതിയതായി തുടങ്ങിയ മുരളി സാറിന്റെ ഹോസ്റ്റലിൽ എനിക്ക് താമസവും ശരിയാക്കി. +1 +2 കാലങ്ങളിൽ കേട്ടുമറന്ന പാഠഭാഗങ്ങളിലൂടെ അവിടുത്തെ സാറുമാർ വീണ്ടും യാത്ര തുടങ്ങി. എന്തു ചോദിച്ചാലും നാണമില്ലാതെ കുന്തം വിഴിഞ്ഞതുപോലെ എഴുന്നേറ്റ് നിൽക്കുന്ന എന്നോട് ചോദ്യം ചോദിക്കാൻ തന്നെ സാറുമാർക്ക് നാണം വന്നു. ക്ലാസ് ടൈമിൽ പിറകിലെ ബെഞ്ചിലെ അലസമായ ഉറക്കത്തിനിടയ്ക്ക് ആകെ ഉണ്ടായിരുന്ന ആശ്വാസം ഇടയ്ക്ക് കിട്ടാറുള്ള ഇടവേളകളും പിന്നെ അവിടുത്തെ കളർഫുൾ പെൺപുള്ളിയിലുമായിരുന്നു. പുതിയതായി തുടങ്ങിയ ഹോസ്റ്റലായിരുന്നതുകൊണ്ട് മുരളി സാറിന് എല്ലാ കാര്യങ്ങളിലും വലിയ ശ്രദ്ധയുണ്ടായിരുന്നു, പ്രത്യേകിച്ച് അവിടുത്തെ ഭക്ഷണ കാര്യങ്ങളിൽ. അവിടുത്തെ ഭക്ഷണത്തിനൊരു ചിട്ടയുണ്ട്. അതിപ്പോൾ ഞായറാഴ്ച രാവിലെ അപ്പവും മുട്ടക്കറിയും ആണെങ്കിൽ തിങ്കളാഴ്ച രാവിലെ ദോശയും ചമ്മന്തിയും, ചൊവ്വാഴ്ച രാവിലെ പുട്ടും കടലയും, അങ്ങനെ. പിന്നെ എല്ലാ ബുധനും ഞായറും ഉറപ്പായിട്ടും ഇറച്ചിയുണ്ടാകും. ഒരു കാരണവശാലും അവിടെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള ഭക്ഷണക്രമം തെറ്റിക്കാനാവില്ല. മുരളി സാറിന്റെ ചിട്ടവട്ടങ്ങളും അമ്മിണി ചേട്ടത്തിയുടെ സ്നേഹവും ചേർത്തുള്ള പാചകവും കൂടി ആയപ്പോൾ അവിടുത്തെ ഭക്ഷണത്തിന് നല്ല രുചിയുണ്ടായിരുന്നു. ഹോസ്റ്റലിലും കോളേജിലും മുടക്കുന്ന കാശ് പഠിച്ചു മുതലാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പുള്ള ഞാൻ എന്നും 4 നേരം ഭക്ഷണം കഴിച്ച് മുതലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം സ്വാദോടെ പുട്ടും കടലയും വെട്ടി വിഴുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അടുത്തിരുന്നവർ പറയുന്നത് കേട്ടു. എടാ, നമ്മൾ ചെയ്താൽ വരുമോടാ? ചെയ്താൽ എന്തായാലും വരും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകുമ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് ചെയ്യുന്ന കാര്യമാ പറഞ്ഞത്? ഒന്നുമില്ലടാ. നീ കാര്യം പറ. അരുതാത്ത എന്തോ കേൾക്കാനുള്ള ആകാംക്ഷയിൽ ഞാൻ ചോദിച്ചു. ഓജോ ബോർഡ് കളിക്കുന്ന കാര്യമാ പറഞ്ഞത്. ഓജോ ബോർഡോ? ഈ പ്രേതങ്ങളെയൊക്കെ വിളിച്ചു വരുത്തുന്ന? ഞങ്ങൾ അടുത്ത ശനിയാഴ്ച രാത്രി ചെയ്തു നോക്കാൻ പോകുക, അവൻ പതുക്കെ എൻ്റെ ചെവിയിൽ പറഞ്ഞു. പോടാ, അതൊക്കെ ചുമ്മാ തട്ടിപ്പാ. അല്ലടാ, ഓജോ ബോർഡ് ചെയ്താൽ പ്രേതം വരും. ഒന്ന് പോടാ, വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വാ, ശനിയാഴ്ചത്തെ പ്രേതത്തെ വലിച്ച് കാണിച്ചു തരാൻ ഞാൻ, അവൻ വെല്ലുവിളിച്ചു. ചുമ്മാ ഒരു ഓളത്തിന് പറഞ്ഞു പോയതാ. വലിയ വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഇനി ശനിയാഴ്ച അവരുടെ കൂടെ പോകാതിരുന്നാൽ എനിക്ക് ധൈര്യമില്ല എന്ന് കരുതൂലോ. അതുകൊണ്ട് ഉള്ളിൽ പേടിയുണ്ടെങ്കിലും അവരുടെ കൂടെ അത് ചെയ്തു നോക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ആ ശനിയാഴ്ച പാതിരാത്രി 1 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ഒരു ഇരുണ്ട മുറിയിൽ ഒത്തുകൂടി. ആ മുറിയിൽ ഒരു മെഴുകുതിരിയുടെ അരണ്ട വെളിച്ചത്തിൽ അവർ കൊണ്ടുവന്ന പേപ്പർ വിടർത്തി വെച്ചു. അതിൽ
എ മുതൽ ഇസഡ് വരെയും 0 മുതൽ 9 വരെയും വട്ടത്തിൽ എഴുതിയിട്ടുണ്ട്. നടുക്ക് കോയിൻ വയ്ക്കാനുള്ള ഒരു ചെറിയൊരു വട്ടം. അതിന് ഇരുവശത്തും യെസ് നോ എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. അവരൊരു കോയിൻ ആ ചെറിയ വട്ടത്തിൽ വെച്ചു. പിന്നെ ആ കോയിന് മുകളിൽ ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ചു വെച്ചു. പിന്നീട് ഒരു സ്റ്റീൽ ഗ്ലാസ് കൊണ്ട് മെഴുകുതിരിയും കോയിനും മൂടി. എല്ലാവരും ഗ്ലാസിന് മുകളിൽ ചൂണ്ടുവിരൽ വെച്ച് ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ വിരൽത്തുമ്പ് ഗ്ലാസ്സിൽ വെച്ചപ്പോൾ മെഴുകുതിരിയിൽ നിന്നും പകർന്ന ചെറുചൂട് വിരൽത്തുമ്പിലൂടെ എൻ്റെ ഉള്ളിലും കയറി. പ്രേതം വരാതിരിക്കാൻ ഞാൻ അവർ പറഞ്ഞതിനെതിരായാണ് എല്ലാം ചെയ്തത്. മന്ത്രം ചൊല്ലാൻ പറഞ്ഞപ്പോൾ മിണ്ടാതിരുന്നു. കണ്ണടയ്ക്കാൻ പറഞ്ഞപ്പോൾ കണ്ണ് തുറന്നു പിടിച്ചു. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ഗ്ലാസ് ഞങ്ങളുടെ വിരൽത്തുമ്പം വിളിച്ചുകൊണ്ട് ആ പേപ്പറിന് മുകളിലൂടെ നീങ്ങി നടന്നു. അവർ ആരോ നീക്കിയതാണെന്ന് ഞാൻ സംശയം പറഞ്ഞപ്പോൾ അവരെല്ലാവരും ഗ്ലാസ്സിൽ നിന്ന് വിരൽ മാറ്റി. അപ്പോഴും ആ ഗ്ലാസ് എൻ്റെ വിരൽത്തുമ്പം വലിച്ചുകൊണ്ട് ആ പേപ്പറിന് ചുറ്റും ഓടി നടന്നു. ഞെട്ടിത്തരിച്ചുപോയ ഞങ്ങൾ അല്പസമയം കഴിഞ്ഞപ്പോൾ എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ പതിയെ അതുമായി പൊരുത്തപ്പെട്ടു. പിന്നീട് ഞങ്ങൾ അതിനോട് പല ചോദ്യങ്ങളും ചോദിച്ചു. അതിനെല്ലാം ആ പേപ്പറിലെ അക്ഷരങ്ങളും അക്കങ്ങളും കൂട്ടിച്ചേർത്ത് അത് മറുപടി പറഞ്ഞു. എന്നാൽ അത് പറയുന്നതെല്ലാം സത്യമാണോ എന്ന സംശയം എനിക്ക് തോന്നി. അത് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഉറപ്പുള്ളൊരു കാര്യം അതിനോട് ചോദിക്കും. അപ്പോൾ അറിയാലോ ഇതെല്ലാം സത്യമാണോ എന്ന്. ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യം എന്താണെന്ന് ആലോചിച്ചപ്പോൾ മനസ്സിൽ വന്നത് മുരളി സാറിന്റെ ഭക്ഷണക്രമമാണ്. നാളെ ഞായറാഴ്ച രാവിലെ മുരളി സാർ തരുന്നത് അപ്പവും മുട്ടക്കറിയുമാണെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന പകൽ പോലെ ഉറപ്പുള്ളൊരു കാര്യമാണ്. പിന്നെ കൂടുതലൊന്നും ആലോചിക്കാതെ ഞാൻ അതിനോട് ചോദിച്ചു, നാളെ രാവിലെ ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് എന്താണെന്ന്. അപ്പവും മുട്ടക്കറിയും എഴുതി കാണിക്കുമെന്ന് കരുതി ഞങ്ങൾ നോക്കിയിരുന്നപ്പോൾ പ്രേതം എഴുതി കാണിച്ചത് പുട്ടും കടലയും. ആ പൊട്ട ഉത്തരം കേട്ട ദേഷ്യത്തിൽ എൻ്റെ അടുത്തിരുന്നവൻ അതെല്ലാം തട്ടിത്തെറിപ്പിച്ചിട്ട് പറഞ്ഞു, എടുത്തോണ്ട് പോടാ ഈ കുന്തം, വെറുതെ മനുഷ്യനെ പറ്റിക്കാൻ. എല്ലാവരും പ്രേതത്തിന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം അപ്പവും മുട്ടക്കറിയും പ്രതീക്ഷിച്ച് പ്ലേറ്റ് നീട്ടിയ ഞങ്ങൾക്ക് അമ്മിണിച്ചേടത്തി വിളമ്പിയത് പുട്ടും കടലയും. അതുകൊണ്ട് ഞെട്ടിത്തെറിച്ചുപോയ ഞങ്ങളെ നോക്കി മുരളി സാർ പറഞ്ഞു, ഇവിടെ അപ്പം കൊണ്ടുവന്ന് തരാറുള്ള ചേട്ടൻ ഇന്നലെ രാത്രി വണ്ടി ഇടിച്ചു മരിച്ചു.